ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് സ്റ്റിച്ചിങ് ചാർജുകളെ പറ്റിയിട്ടാണ്. ഒരുപാട് കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് എത്രയൊക്കെയാണ് സ്റ്റിച്ചിങ് ചാർജ് ഓരോ ഡ്രസ്സിന് വാങ്ങുന്നതെന്ന്. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം മറുപടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓരോ പ്രദേശത്തിനും അനുസരിച്ചാണ് നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങേണ്ടത്. കോമൺ ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ചാർജുകളൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൗണിലേക്ക് പോകുന്തോറും സ്റ്റിച്ചിങ് ചാർജ് താരതമ്യേന കൂടുതലായിട്ടാണ് വാങ്ങാറുള്ളത് എല്ലാവരും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ കസ്റ്റമർ തരുന്ന മെറ്റീരിയൽ. അത് ചിലപ്പം ജോർജറ്റൊക്കെ പോലുള്ള തുണി വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഓരോ മോഡലൊക്കെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്റ്റിച്ചിങ് ചാർജിൽ നമുക്ക് വ്യത്യാസവും വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്പോൾ തന്നെ കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നുപോയി കൂട്ടുകാർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചുരിദാറാണ് ഞാൻ ആദ്യം പറയുന്നത്. ലൈനിങ് വെച്ചിട്ടുള്ള ചുരിദാർ നമുക്ക് സാധാ പാൻറ്റോ അല്ലെങ്കിൽ ചുരി പാൻറ്റൊക്കെയാണ് 450 രൂപയാണ് ഞാൻ വാങ്ങാറുള്ളത്. അതേപോലെ പെൻസിൽ പാൻറ്റ് കൂട്ടിയിട്ടാണെങ്കിൽ ലൈനിങ് വെച്ചിട്ടുള്ളതിന് 500 രൂപയാണ് വാങ്ങുന്നത്. ചുരിദാറിൻ്റെ ടോപ്പ് ലൈനിങ് ഇല്ലാത്തതിന് 250 രൂപയാണ് വാങ്ങുന്നത്. അതും പിന്നെ മോഡൽ അനുസരിച്ചൊക്കെ നമുക്ക് റേറ്റിൽ മാറ്റം വരുത്താം. ചുരിദാറിൻ്റെ ടോപ്പ് ലൈനിങ് വെച്ചിട്ടുള്ളത് മോഡൽ അനുസരിച്ച് വാങ്ങാം. സ്റ്റാർട്ടിങ് 300, 350ഒക്കെയാണ് വാങ്ങുന്നത്. കോളർ ടോപ്പ് ആണെങ്കിൽ 375 രൂപ മുതൽ വാങ്ങാം. നമുക്ക് ഒരുപാട് മോഡലൊക്കെ ഉണ്ടല്ലോ കോളർ, ആ മോഡലിന് അനുസരിച്ചിട്ട് നമുക്ക് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്തി വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അനാർക്കലി മോഡൽ ടോപ്പ് ആണെങ്കിൽ ലൈനിങ് വെച്ചിട്ടുള്ളതിന് 600 രൂപയാണ് വാങ്ങുന്നത്. അത് ലൈനിങ് വെക്കാത്തതാണെങ്കിൽ നമുക്കതിൽ 100 രൂപയൊക്കെ കുറച്ച് വാങ്ങാൻ പറ്റും. നമ്മൾ ഒരുപാട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണല്ലോ അനാർക്കലി ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റിൽ അത്രയും വ്യത്യാസം വരുത്തുന്നത്. യോക്ക് മോഡൽ ചുരിദാർ ടോപ്പ് ലൈൻ ടോപ്പൊക്കെ ആണെങ്കിൽ നമ്മളൊരു 375 മുതലാണ് സ്റ്റാർട്ടിങ് വാങ്ങുന്നത്. യോക്ക് മോഡൽ ചുരിദാറിന് ലൈനിങ് വെച്ചിട്ടുള്ള നമ്മൾ അംബ്രല്ല അങ്ങനെ അതേപോലുള്ള സ്കേർട്ട് മോഡലാണെങ്കിൽ 450 രൂപയാണ് നമ്മൾ ആ ഒരു ടോപ്പിന് വാങ്ങുന്നത്. അംബ്രല്ല മോഡൽ ടോപ്പിനാണെങ്കിൽ നമ്മൾ 450 രൂപയാണ് വാങ്ങുന്നത്. ചുരി ബോട്ടമാണ് ഇനി പറയുന്നത്. നമ്മുടെ ചുരി ബോട്ടത്തിന് 200 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ്. അതേപോലെ നോർമൽ ബോട്ടം ആണെങ്കിൽ നമ്മൾ 200 രൂപ, ചിലയിടങ്ങളിലൊക്കെ 150 വാങ്ങുന്നുണ്ട്. നമ്മളുടെ പ്രദേശത്തിനനുസരിച്ച് നമ്മളത് വ്യത്യാസം വരുത്താം. പലോസ പാൻ്റാണെങ്കിൽ 225 രൂപയാണ്. അതേപോലെ സിഗരറ്റ് പാൻ്റാണെങ്കിൽ 250 രൂപ മുതൽ വാങ്ങാറുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇതിലും കൂടുതലൊക്കെയാണ് വാങ്ങുന്നത് കേട്ടോ. അത് നമ്മളുടെ പ്രദേശത്തിനനുസരിച്ച് ഇത് നമ്മൾ മാനേജ് ചെയ്താൽ മതി. പ്ലീറ്റഡ് സ്കേർട്ടാണെങ്കിൽ ലൈനിങ് ഇല്ലാത്തതിന് 350 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ലൈനിങ് വെച്ചിട്ടുള്ളതിന് 400 രൂപയാണ്. പട്ടുപാവാട ബ്ലൗസ് ലോങ് ജാക്കറ്റ് വിത്തൗട്ട് ലൈനിങ്ങിനാണെങ്കിൽ 380 രൂപയും വിത്ത് ലൈനിങ്ങിനാണെങ്കിൽ 450 രൂപയുമാണ് ചാർജ് ചെയ്യാറുള്ളത്. ലോങ് ജാക്കറ്റ് പ്രിൻസസ് കട്ട് മോഡലാണെങ്കിൽ 500 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പട്ടുപാവാട ബ്ലൗസ് നമ്മൾ സെറ്റായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 950 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ലൈനിങ് വെച്ചിട്ടുള്ളത്. കുട്ടികളുടെ ആണെങ്കിൽ 750 രൂപയാണ് ലൈനിങ് വെച്ചിട്ടുള്ളതിന്. നമ്മൾ ലൈനിങ് വെക്കുന്നില്ലെങ്കിൽ വ്യത്യാസം വരുത്തുക. നോർമൽ സാരി ബ്ലൗസ് വിത്തൗട്ട് ലൈനിങ് ആണെങ്കിൽ 250 മുതൽ നമുക്ക് വാങ്ങാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ 300ആണ് സ്റ്റിച്ചിങ് ചാർജ് ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന്. അതുപോലെ ലൈനിങ് വെച്ചിട്ടുള്ള ലൈനിങ് ബ്ലൗസിന് 500 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത്. അതിൽ കുറവുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്, കൂടുതൽ വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് ഞാൻ ഈ ഒരു ചാർജാണ് വാങ്ങാറുള്ളത്. അതേപോലെ സാരി ബ്ലൗസ് നോർമൽ പാഡഡ് ബ്ലൗസ് ആണെങ്കിൽ 600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സാരി ബ്ലൗസ് പ്രിൻസസ് കട്ട് നമ്മൾ 550 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് നമുക്ക് വേസ്റ്റ് ബെൽറ്റ് ആയിട്ടുള്ളതിന് 700 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് പാഡഡ് ആണെങ്കിൽ നമ്മൾ 750 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതും 750 മുകളിലേക്ക് ആണ് എല്ലാവരും തന്നെ ചാർജ് ചെയ്യാറുള്ളത് കേട്ടോ. സിംഗിൾ കട്ടോരി ബ്ലൗസിന് ലൈനിങ് വെച്ചിട്ടുള്ളതിന് നമ്മൾ 550 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് ലൈനിങ് വയ്ക്കാത്തതിനാണെങ്കിൽ 450 രൂപയും ചാർജ് ചെയ്യാവുന്നതാണ്. സിംഗിൾ കട്ടോരി ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ പാഡഡ് വെച്ചിട്ടാണെങ്കിൽ 750 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഡബിൾ കട്ടോരി ബ്ലൗസ് ആണെങ്കിൽ ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ 450 രൂപയും ഡബിൾ കട്ടോരി ബ്ലൗസ് ലൈനിങ് വെച്ചിട്ടുള്ളതിന് 650 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 6 പാനലായിട്ടുള്ള സ്കേർട്ട് ലൈനിങ് വെച്ചിട്ടുള്ളതിന് 450 രൂപയാണ്. അംബ്രല്ല സ്കേർട്ട് വിത്ത് ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ 300 രൂപയും അംബ്രല്ല സ്കേർട്ട് ലൈനിങ് ഉള്ളതാണെങ്കിൽ 450 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. യൂണിഫോം ആണിനി. യൂണിഫോം സ്കേർട്ട് 300 രൂപയാണ്. അതേപോലെ യൂണിഫോം ഷർട്ട് 350 രൂപയാണ്. യൂണിഫോം കോട്ട് നമ്മൾ 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. യൂണിഫോം പാൻറ്റ് അതേപോലെ 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്.
കുട്ടികളുടെ ഉടുപ്പുകൾ നമ്മളൊരു സ്റ്റാർട്ടിങ് 350 തൊട്ട് ഞാൻ ചിത്രത്തിൽ കാണിച്ചിരുന്ന 1200 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ്. നമ്മൾ നോർമൽ ഫ്രോക്ക് 350 മുതൽ നമ്മൾ ചെയ്യുന്ന മോഡൽ അനുസരിച്ചിട്ട് അതിനെ റേറ്റിൽ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാവുന്നതാണ്. കുട്ടികളുടെ മിഡി സെറ്റാണെങ്കിൽ നമ്മൾ 500 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാറുള്ളത്. നൈറ്റി യോക്ക് മോഡലാണെങ്കിൽ 150 മുതൽ 175 രൂപ വരെ വാങ്ങാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള മോഡലിന് എന്തെങ്കിലുമൊക്കെ വർക്കുകളൊക്കെ വരുന്നതാണെങ്കിൽ അതിന് എക്സ്ട്രാ വാങ്ങാവുന്നതാണ്. ചുരിദാർ കട്ട് നൈറ്റിക്കാണെങ്കിൽ 150 രൂപയാണ് വാങ്ങുന്നത്. അതേപോലെ ഷർട്ട് ആണുങ്ങളുടെ ഷർട്ടിന് 350 വാങ്ങുന്നവരുണ്ട്, 350 മുതൽ 400 രൂപയൊക്കെ വാങ്ങുന്നവരുണ്ട്, അതിൽ കൂടുതൽ വാങ്ങുന്നവരുമുണ്ട്. കോമൺ ആയിട്ട് ഞാൻ പറയുന്നത് 400 രൂപയാണ്. പിന്നെ മെൻസിൻ്റെ കുർത്തയ്ക്ക് 400 രൂപ മുതൽ 450 രൂപ വരെയൊക്കെ വാങ്ങാവുന്നതാണ്. ബേബി ബോയുടെ കുർത്തയാണെങ്കിൽ 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പില്ലോ കവർ സെറ്റിന് നമ്മൾ 100 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത്. 2 എണ്ണത്തിനാണ് 100 രൂപ വാങ്ങുന്നത്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണെങ്കിൽ 250 രൂപയാണ്. നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സാരിയുടെ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്നതിന് 250 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത്. ഷോളിൻ്റെ ബോർഡർ അറ്റാച്ച് ചെയ്യുന്നതിന് 4 സൈഡും നമ്മൾ ചെയ്താൽ 250 രൂപ വാങ്ങാവുന്നതാണ്. 2 സൈഡാണെങ്കിൽ നമുക്ക് 100 രൂപയും വാങ്ങാവുന്നതാണ്. നൈറ്റിയുടെ ഡബിൾ സ്റ്റിച്ചിങ്ങിന് 75 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ടോപ്പ് ഷേപ്പ് ചെയ്യുന്നതിന് 50 രൂപ മുതൽ എത്രമാത്രം നമുക്കത് ഷേപ്പ് ചെയ്യേണ്ടതനുസരിച്ചിട്ട് കൂടുതൽ വാങ്ങാവുന്നതാണ്. സ്ലീവ് ജോയിൻ ചെയ്യുന്നതിന് 75 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത്. നൈറ്റിയുടെ സ്ലിപ്പ് അറ്റാച്ച് ചെയ്യുന്നതിന് 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ടവലിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് 50 രൂപയാണ് വാങ്ങുന്നത്. ഇതിന് ആരും ഒന്നും പറയരുത്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് ഓൾട്രേഷന് 50 രൂപയാണ്, തോർത്തിന് അത്രയും വിലയില്ലെന്നൊന്നും പറയരുത്. സാരിയുടെ സൈഡ് അറ്റാച്ച് ചെയ്യുന്നതിന് 50 രൂപയാണ് വാങ്ങുന്നത്. ഒരു സൈഡാണെങ്കിൽ അതനുസരിച്ച് വാങ്ങാം. 2 സൈഡ് സ്റ്റിച്ച് ചെയ്യും. ഏപ്രൺ സ്റ്റിച്ച് ചെയ്യുന്നതിന് 150 മുതൽ 175 രൂപ വരെ വാങ്ങാം. പാർട്ടി ഗൗണ് ഫുൾ ഗൗണ് സ്റ്റിച്ച് ചെയ്യുന്നതിന് 1000 രൂപയാണ് സ്റ്റാർട്ടിങ് ചാർജ്. അതിന് കൂടുതൽ മോഡൽ അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ബേബി ബോയുടെ റാമ്പർ ചെയ്യുന്നതിന് 300 മുതൽ 450 രൂപ വരെ നമുക്ക് വാങ്ങാവുന്നതാണ്. പിന്നോഫർ ചെയ്യുന്നതിന് 400 രൂപ വാങ്ങാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.